ഹലോ ഗൈസ്, ട്രൈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പിന്നെ അതേപോലെ ഭാബി കുറഞ്ഞാണ് കേട്ടോ. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ അധികമൊന്നും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഒരു സൺസ്ക്രീനും അതുപോലെ എന്തെങ്കിലും ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ജസ്റ്റ് കുറച്ചുകൂടി ഐലൈനറും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ചെറിയൊരു ഗെറ്റ് റെഡി നിൽക്കാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. കുറച്ചായിട്ട് ഏകദേശം 1 year ആയിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യല് കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ ഹിജാബ് ഫേസൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇടാറ്. പിന്നെ വീഡിയോ എടുക്കാവുണ്ട് അങ്ങനെ ഇട്ടാണ് കേട്ടോ. ഇങ്ങനെ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ പോൺസിൻ്റെ കേട്ടോ. കുറച്ചായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ സൺസ്ക്രീൻ ഇതാ ഇപ്പോൾ ഒരു 1 week ആയിട്ടുള്ളൂ കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സൺസ്ക്രീൻ ഞാൻ സാധാരണ 3 ഫിംഗറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഫേസിന് എത്ര വേണ്ട അത്ര ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ശരിക്കും 3 ഫിംഗറോട് ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ ഫേസ് എത്രത്തോളം കവറാകുന്നോ അത്ര യൂസ് ചെയ്താൽ മതി. നമ്മൾ എന്നോട് ഓൾറെഡി ഒരു ഡെർമറ്റോളജിസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി എന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് കമൻറ്റായിട്ട് പറയുകയാണ്. അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് സജസ്റ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് കുറച്ച് പൗഡർ പെട്ടെന്ന് സെറ്റ് ആവണ ഒരു ബോഡി എന്നിട്ടിൻ്റെ അപ്പോൾ ഇത് കിട്ടാലും പെട്ടെന്ന് വെറ്റാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. കോമ്പാക്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഫേസ് റെഡി ആക്കിയിട്ടാണ് ഹിജാബ് യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. ഇതാ ഐലൈനർ ചിലപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് യൂസ് ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് ഐലൈനർ ഇട്ടില്ല അങ്ങനെ ഫേസ് എൻ്റെ ഒരു ഉറങ്ങി നീച്ച പോലെ ഒരു ഫീൽ കേട്ടോ. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ യൂസ് ചെയ്യാറില്ല. ഒരു കണ്ണ് ജസ്റ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ കുറച്ച് ഇതിലേറെ തിന്നായിട്ട് യൂസ് ചെയ്യും, ചിലപ്പോൾ ഇതിലേറെ ഒന്നുകൂടി ഇതാക്കി യൂസ് ചെയ്യലുണ്ട്. പിന്നെ അടുത്തത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനെയാണ് യൂസ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കേട്ടോ. പിന്നെ അത് ബേബി ലിപ്സിൻ്റെ ഒരു ലിപ്പാണ്. എന്തായാലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിപ്പാണ് മസ്റ്റാണ് കേട്ടോ. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാവും ഏകദേശം ഒട്ടുമിക്ക ആൾക്കാരിപ്പോൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തായാലും ഒരു ലിപ്പാണ്. അതിപ്പോൾ പ്ലെയിൻ ആയിട്ടില്ലായും ടിൻഡഡ് ആയാലും എപ്പോഴും എടുത്ത് ഞാൻ പ്ലെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഹിമാലയൻ്റെ പ്ലെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ബേബി ലിപ്സിൻ്റെ കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ലിപ്പിൻ്റെ ആ ഒരു കെയറിനും ലിപ്പ് ഇങ്ങനെ മോയ്സ്ചറൈസായി നിൽക്കാനൊക്കെ അതാണ് ബെറ്റർ കേട്ടോ. അതായത് എല്ലാവരും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്. ഇത് മെബലിൻ്റെ ലിപ്സ്റ്റിക്ക് കേട്ടോ. മെബലിൻ ജസ്റ്റ് മെബലിൻ്റെ എടുക്കാം. ഇത് ജസ്റ്റ് ഇത് മാസിൻ്റെ ഞാനങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ചിലപ്പോൾ യൂസ് ചെയ്യാറ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഗെറ്റ് റെഡി ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഗെറ്റ് റെഡി. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ആ ഒരു 10 minute കൊണ്ട് ഞാൻ ഇറങ്ങും കേട്ടോ. പിന്നെ ഞാനൊരു ബസ്സിലാണ് പോവുക. പിന്നെ എന്തായാലും ഞാൻ ഓഫീസിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. എന്നാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് കാണാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഹാപ്പി ആവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് ഒരു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ കാണാൻ പറ്റുന്നില്ല അല്ലേ, ഒരു ടീഷർട്ടാണ്.
ഒരു ടീഷർട്ടും പിന്നെ ഒരു ഷാള്. ഇതൊരു ലാവൻഡർ കളർ, ഇതൊരു ലൈറ്റ് ലാവൻഡറും ഇത് ഡാർക്ക് ലാവൻഡറും. ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കണം കേട്ടോ. ഇത് ബേജ് കളർ ഷാളാണ്. ബേജ് മീൻസ് ഓഫ് വൈറ്റ് പോലെ ഒരു കളറും ഇതിങ്ങനെ. അപ്പോൾ ഇതാണോ ഞാൻ യൂസ് ചെയ്യാൻ കൺഫ്യൂഷനിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആക്കാലോ. ഇതിലേക്ക് ഈ ബേജ് കളറാണോ അത് ഞാൻ യൂസ് ചെയ്ത ഷാളാണോ മാച്ച് ആവുന്നില്ല, എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനൊന്ന് ബാക്കി എന്തായാലും എൻ്റെ ഓഫീസിലെത്തിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സിനെയും അതേപോലെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ദിവസം നിൽക്കുന്നത് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അത്രയ്ക്കാണ് അപ്പോൾ എൻ്റെ കെട്ടടി കേട്ടോ. പിന്നെ അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുള്ളൂ, വേറെ ഓർണമെൻറ്റ്സ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. അത് പിന്നെ ഇപ്പോൾ ഓഫീസിലായാലും അല്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വാച്ചും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ അതോടുകൂടി സെറ്റായി അത് ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗെറ്റ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയാം. നല്ല ഞാൻ വെസ്റ്റേൺ ഡ്രസ്സ് മാത്രമേ അധികം യൂസ് ചെയ്യുള്ളൂ. 90% വെസ്റ്റേൺ ടൈപ്പ് യൂസ് ചെയ്യുള്ളൂ. ട്രഡീഷണൽ ആയിട്ടും ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കുറവാണ്. ഞാൻ അങ്ങനെ എടുക്കാറില്ല, യൂസ് ചെയ്യാറില്ല. അതാണ് സത്യാവസ്ഥ കേട്ടോ. ടീഷർട്ടോ ഷർട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇഷ്ടം, ഇങ്ങനത്തെയാണ് വെയർ ചെയ്യാറ്, അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. അതേപോലെ നല്ല വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് കിട്ടുന്ന ഷോപ്സ്, അതായത് എൻ്റെ ഡിസ്ട്രിക്റ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന നമ്മുടെ അടുത്ത ഏരിയയിൽ, അതായത് മഞ്ചേരി പെരുന്തൽമണ്ണ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിട്ടോ, റെഡിയായി ഇറങ്ങി. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങും. ഒക്കെ മാറ്റി സെറ്റായി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ. ബസ്സിനാണ് ഞാൻ ഓഫീസ് പോവുക, പക്ഷേ ബസ് സ്റ്റോപ്പിൽ പോകാൻ കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ വരുമ്പോൾ ഓട്ടോയിൽ ഞാൻ പോകും. എന്നിട്ട് പിന്നെ അങ്ങനെ ബസ്സിന് അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നെ ഞാൻ ഓഫീസിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എന്തായാലും കാണിക്കാം. ഓക്കെ.